ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ അമേരിക്ക കാനഡ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ CN ടവറും അതുപോലെ തന്നെ റെയിൽവേ മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം ഞാനിപ്പോൾ റിപ്ലീസ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിനാണുള്ളത്. ഇന്ന് ജൂലൈ 1, അതായത് കാനഡ ദിവസം ആയത് കാരണം തന്നെ നല്ല തിരക്കാണ്. എൻ്റെ ഫ്രണ്ടിലെ ഗ്രൗണ്ടിൽ തന്നെ എന്തൊക്കെയോ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ആൾക്കൂട്ടമാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കയറുന്നതാണ് റിപ്ലീസ് അക്വേറിയം. ഇത് നമ്മുടെ CN ടവറിനോട് ചേർന്ന് തന്നെയാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളിവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവുമാണ്. ഞാനെടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CN ടവറിൻ്റെയും ഈ റിപ്ലീസിൻ്റെയും ടിക്കറ്റ് രണ്ടും കൂടെ ചേർത്തിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നെ കിട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു 35ഓളം കനേഡിയൻ ഡോളേഴ്സിൻ്റെ ഒരു ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. എപ്പോഴും അങ്ങനെ എടുക്കുകയായിരിക്കും നല്ലത്. ഇത് ഇവിടെയുള്ളതിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ അക്വേറിയമാണ്. അതായത് എനിക്ക് തോന്നുന്നത്, എനിക്ക് നോർത്ത് അമേരിക്കയിൽ തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അക്വേറിയമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് ദുബായിലെ അക്വേറിയം ഒക്കെ കണ്ടിട്ട്, പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അത്യാവശ്യം വലിയൊരു അക്വേറിയം തന്നെയാണ് ഇത്. നിറയെ കളക്ഷൻസ് ഉണ്ട് മീനിൻ്റെ, അതായത് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മീനുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. അതെല്ലാം ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം, അതായത് കൊണ്ടുവന്ന രാജ്യങ്ങളിലെ തന്നെ ആ ടെമ്പറേച്ചറും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇതിനവിടെ വളർത്തുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലീസ് അക്വേറിയം ഓഫ് കാനഡ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാനഡയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ്. ടൊറൻറ്റോ CN ടവറിനോട് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ആരംഭിച്ചത് 2013 ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അതായത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. സമുദ്രജീവികളുടെ ഒരു വെറൈറ്റി തന്നെയുണ്ട്. അതായത് അതിൻ്റെ അതിൻ്റെ വരുന്ന ഒരു പരിസ്ഥിതിയും അതിൻ്റെ ഒരു കാര്യങ്ങളുമെല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ കുറേ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, അതായത് ഓരോരോ സോണുകളായിട്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ലഗൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ടണലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ലോബിയും അത് കഴിഞ്ഞിട്ട് ചെറിയ 1-2 ചെറിയ ഈ ടാങ്കുകളും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചേർന്ന് കയറുന്നത് ഒരു ടണലിലേക്കാണ്. ഈ ടണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ മൂവിങ് ബെൽറ്റ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെന്ന ദിവസം അവിടെ മൂവിങ് ബെൽറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ മതി, അതിങ്ങനെ മൂവ് ചെയ്ത് പൊക്കോളും. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോവാം. 2 സൈഡിലും അല്ലെങ്കിൽ മുകളിലും എല്ലാം കണ്ടിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഡേഞ്ചറസ് ലഗൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് സ്രാവുകളുണ്ട്, പിരാനകളുണ്ട്, അതുപോലെ തന്നെ വലിയ തിമിംഗലങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ശരിക്കും നമുക്ക് ഇതെല്ലാം വളരെ അടുത്തുനിന്ന് കാണാനും അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ചെല്ലുന്നത്. ഡേഞ്ചറസ് ലഗൂൺ ആണ് ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന സ്ഥലമാണ് ഡേഞ്ചറസ് ലഗൂൺ എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ പിരാന, അതുപോലെ തന്നെ ഈ സ്രാവുകൾ, ഷാർക്കുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഷാർക്കാണ്. ഇപ്പോൾ ടണലിൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നൊരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു സെറ്റിംഗ്, ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ടണലിൽ കൂടെ കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈ കടലിനടിയിൽ കൂടെ നടന്നു പോകുന്നത്, അതായത് ഇവരെയൊക്കെ കണ്ട് അടിയിൽ കൂടെ നടന്നു പോകുന്നൊരു ഫീലിംഗ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടണൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ്. അതായത് ഒരു സൈഡിൽ കണ്ടില്ലേ പാറക്കെട്ടുകൾ പോലെയുള്ളൊരു ഇതും, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പൺ വാട്ടർ പോലെ ഇതും ഒക്കെ ആയിട്ട് ഇതെല്ലാമായിട്ട് ശരിക്കും നല്ലൊരു കളക്ഷൻ ഓഫ് ഇതിനെപ്പറ്റി ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റി ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓരോ മീനിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് മിക്കവാറും തെറ്റായിരിക്കാനാണ് സാധ്യത. എല്ലാം കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളത് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റിയൊരു ഡിസ്ക്രിപ്ഷനൊന്നും തരല് അത്ര പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കളർഫുള്ളായിട്ടുള്ളൊരിതാണ് ശരിക്കും പറഞ്ഞാൽ. വാട്ടർ കളറും അതിലേക്ക് കൊടുത്തിട്ടുള്ളൊരു ലൈറ്റിൻ്റെ ഒരിതും, പിന്നെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ വാട്ടർ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാറകളും
പിന്നെന്താ കുറച്ച് അണ്ടർ വാട്ടറിൽ ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ടും നല്ല വൃത്തിയായിട്ടും അവരവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടി നടന്നു പോകുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു ലെങ്തി ടണലാണിത്. ഇതിൽ കൂടെ നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളോട് അവർക്കുള്ള വിനോദത്തിനായാലും ഇപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിനാണെങ്കിൽ പോലും അവിടെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുന്ന കണ്ടില്ല, ചെറിയൊരു ടണലാണ്. ആ ടണലിൽ കൂടെ, അത് വെള്ളത്തിനടിക്കുള്ളിലെ ടണലിലാണ്. ആ ടണലിൽ കൂടെ അവർക്കിങ്ങനെ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിങ്ങനെ മുട്ടുകാലിലിങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും. ഇതെല്ലാം ഒരു പ്ലേ ഏരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുട്ടികളെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഇതുകൊണ്ട് അവിടെ എന്താ പറയുക, കുട്ടികളുടെ നല്ലൊരു ഇതും കാണാൻ പറ്റും, കൂട്ടം കാണാൻ പറ്റും. അവരെല്ലാം നല്ല എൻജോയ് ചെയ്ത് കൊണ്ട് നടക്കുന്ന കാണാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വെറൈറ്റി ഫിഷുകൾ അവിടെ ഉണ്ട്. ഞാനൊന്നും ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണോ, ഇങ്ങനെയുള്ള ഇത് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജെല്ലി ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കളറ് മാറുന്ന ടൈപ്പ് ഒരു ഫിഷ് ഉണ്ടല്ലോ, അതിനാണോ ജെല്ലി ഫിഷ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ കുറച്ചങ്ങനെ ചെല്ലുമ്പോഴേക്കും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ എഡ്യൂക്കേഷണൽ ഇതും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ഏരിയ പോലുള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് വന്നിട്ട് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഒരു കളിയുമായി അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേഷണൽ ടൈപ്പുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കൂടെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. അതായത് ഇന്ന് ജൂലൈ 1 കാനഡ ഡേ ആണ്, ഹോളിഡേ ആണ്. അതുപോലെ തന്നെ നമ്മളുള്ളത് ഇപ്പോൾ ഡൗൺ ടൗണിൽ തന്നെയാണ്. ഡൗൺ ടൗണിൽ തന്നെ CN ടവർ ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ മ്യൂസിയം ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഇന്നൊരു ഇതും നടക്കുന്നുണ്ട്. അവരൊരു ബേസ്ബോൾ, ബ്ലൂ ജേയ്സ് എന്നാണ് അവരുടെ ഒരു നാഷണൽ ടീമിൻ്റെ പേര്, ടൊറൻറ്റോൻ്റെ. അതിൻ്റെ ഒരു ബേസ്ബോൾ ഗെയിമും ഈ ജൂലൈ 1 നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ അത് കാണാൻ വന്നിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഹാപ്പനിങ് ഏരിയയിലാണ് ഈ റിപ്ലീസ് മ്യൂസിയവും ഈ CN ടവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കളർഫുൾ ഫീസ്റ്റാണ് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതായത് എന്താണ് ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ ഡേഞ്ചറസ് ലഗൂൺ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള റെയിൻബോ റീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് മറ്റേ ഈ ബാക്കി എന്താ പറയുക, ഇങ്ങനെ ശരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത, അതായത് കുറച്ച് വെറൈറ്റി ടൈപ്പിലുള്ള ഈ മീനുകളെയൊക്കെ അവർ വെച്ചിട്ടുള്ളത്. പല കളറിലുള്ള മീനുകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച, മഞ്ഞ, ചുവപ്പ്, മഞ്ഞ ഇങ്ങനെയുള്ള ഒരു മാതിരി മത്സ്യങ്ങളാണ് അവിടെ ഉള്ളത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ റിപ്ലീസ് അക്വേറിയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ പരിപാടികൾ കുറച്ചുണ്ട്. പിന്നെ പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഷാർക്ക് ഫീഡിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേറെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ജെല്ലി ഫിഷ് എന്നാണ് പറയുക. ഇതിനാണ് ഈ കളറ് മാറുന്ന എന്നാണ് ഈ ഫിഷ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മറ്റേ മെയിൻ ഏരിയ എന്ന് വന്നിട്ട് ദ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. എല്ലാം കാണാൻ വളരെ രസമായി. ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ട ഇതാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ കണ്ടില്ല. അതെല്ലാം ഈ ഗാലറി എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇവർ ഇത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടേയിരിക്കും.
പിന്നെ ഇവിടെ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കോൺസ്റ്റൻറ്റ് റേറ്റുള്ള ടിക്കറ്റ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും എല്ലാം ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിൽ ടിക്കറ്റുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ ടിക്കറ്റ് വാങ്ങുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കമ്പൈൻഡ് ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കുക. ഇപ്പോൾ CN ടവർ റിപ്ലീസ് അക്വേറിയം കാണാൻ പറ്റും ടിക്കറ്റ്, അങ്ങനത്തെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ടിക്കറ്റുകളൊന്നും ഇതിൻ്റെ കൂടെ അവർ തരുന്നതാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ മ്യൂസിയം ഉള്ളത്. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പണ്ട് ഉപയോഗിച്ചിരുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് ഓവറൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ ഇതവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ഈ ഫിൽട്ടർ സിസ്റ്റം, അതായത് RO സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് ഓരോരോ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മത്സ്യങ്ങളെയാണ് ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതിന് പ്രത്യേക ടെമ്പറേച്ചറിലും അതിനനുസരിച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലി എനിക്ക് അത്ര പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എന്നിരുന്നാലും ആ വെള്ളത്തിനുള്ള വ്യത്യാസം അത് എല്ലാ സോണിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഫിൽട്ടറിങ് സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. അതിനകത്ത് കൂടെയാണ് ഈ പറഞ്ഞ ഓരോരോ സോണിലേക്കും അതിനുള്ള ടെമ്പറേച്ചറും അതിനുള്ള ക്ലൈമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതിലൂടെ എത്തിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഈ സോണിലും ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഒരു കുട്ടികൾക്ക് ഒരു ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഗെയിംസും കാര്യങ്ങളല്ലാണ്ട് ഇപ്പോൾ കാണുന്നില്ല, ഒരു വേവ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. നമ്മൾ എത്ര സ്പീഡിൽ അത് തിരിക്കുന്നു അതനുസരിച്ചുള്ള വേവ്സിൻ്റെ ഇത് കൂടും. ഞാൻ തൽക്കാലം ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ഇരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടുള്ള പറഞ്ഞു തരാനുള്ള അറിവൊന്നുമില്ല. ഈ മത്സ്യങ്ങളെ പറ്റിയിട്ടും അതിനെ കൊണ്ടുവന്ന സ്ഥലങ്ങളും അതിൻ്റെ ഒരു ബാക്കിയുള്ള സംഭവങ്ങളൊന്നും. അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞിറങ്ങിയതിന് ശേഷം ഞാനവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഹാപ്പനിങ് സ്ക്വയർ ഞാൻ പറഞ്ഞത്. ആ റോജേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞതാണ് കണ്ടതാണ് നമ്മുടെ ബ്ലൂ ജേഴ്സിൻ്റെ മാച്ച് നടക്കുന്ന സ്ഥലം. CN ടവറാണ് കാണുന്നത്. CN ടവറിനോട് ചേർന്ന് തന്നെയാണ് ഈ റിപ്ലീസ് അക്വേറിയം ഉള്ളത്. അവിടുന്ന് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ മ്യൂസിയമായി. ഡൗൺ ടൗണിൽ തന്നെയാണ്. ശരിക്കും വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ അവിടെ ഇത് വരുന്നത്. ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ സ്റ്റേഷനാണ്. അവിടെ നിന്നൊരു ഒരു 5-10 മിനിറ്റ് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങോട്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടാവാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു വെരി മച്ച്.